എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സിലബസ് വൈസ് ക്ലാസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം തന്നെ പാർട്ട് ബിയിലെ ഫിസിക്സും കെമിസ്ട്രിയാണ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പം വിചാരിക്കുന്നത്. സോ അതിൽ ഫിസിക്സ് ആണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഫിസിക്സും കെമിസ്ട്രിയും പാരലായിട്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പം ഒരു ടോപ്പിക്ക് ഫിസിക്സിൻ്റെ ആണെങ്കിൽ അല്ലെ ഒരു ചാപ്റ്റർ ഫിസിക്സിൻ്റെ എടുത്താൽ പിന്നെ അടുത്ത ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ അങ്ങനെ പാരലൽ ബൈ ആയിട്ട് പോകാൻ നമുക്ക് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് മൊഡ്യൂളിലെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വരുന്ന NCERT ചാപ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ 11th ചാപ്റ്റർ 3, അതെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ 3 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ, അധ്യായം 3, നേർരേഖാ ചലനം അല്ലെങ്കിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പം ഇത് നമ്മൾ +2 നമ്മളെല്ലാം പഠിച്ച ചാപ്റ്റർ ആണ്, പക്ഷെ അവിടെ നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിച്ചത്. NCERT ഇംഗ്ലീഷിലാണ് പഠിച്ചത്. ഇത് നോക്കിയേ, മലയാളം വേർഷൻ ആണ്. മലയാളം വേർഷനിലായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും നമുക്ക് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഉണ്ടാവുക അല്ലെ. ഫിസിക്സും കെമിസ്ട്രിയും മലയാളത്തിലാണ് 40 മാർക്ക് വീതം. ബാക്കി ചോദ്യങ്ങൾ 20 മാർക്കിന്റെ ചോദ്യം GK ആയിരിക്കും. അതെന്തിലായിരിക്കും? ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാകുന്നത്. GK എന്ന് പറയുമ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, GK അതായത് കറണ്ട് അഫയേഴ്സ്, പിന്നെ റെനൈസൻസ്, അങ്ങനെ കുറച്ച് ജനറൽ PSCക്ക് ചോദിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു 20 മാർക്സിന് ഉണ്ടാവുക. അപ്പം വൈകാതെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. നേർരേഖാ ചലനം അല്ലെ. അപ്പം ഇവിടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതായത് പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ചലനം എന്ന് പറയുന്നത് എന്താണ്? സർവ്വസാധാരണമാണ് അല്ലെ. നമ്മൾ ചുറ്റും കാണുന്ന വസ്തുക്കൾ എന്താണ്? പല വസ്തുക്കളും ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എന്താണ് സംഭവിക്കുന്നത്? വായു നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്കും പുറത്തേക്കും ചലിക്കുകയും ധമനികളിലൂടെയും സിരകളിലൂടെയും രക്തം ഒഴുകുകയും ചെയ്യുന്നു. അതുപോലെ മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിയുന്നു, അണക്കെട്ടിൽ നിന്ന് വെള്ളം താഴേക്ക് ഒഴുകുന്നതും ഒക്കെ എന്താണ്? ചലനത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പം ആളുകൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളും വിമാനങ്ങളും ചലനത്തിലാണ്. ഭൂമി ഓരോ 24 മണിക്കൂറിലും ഒരു പ്രാവശ്യം സ്വയം ഭ്രമണം ചെയ്യുന്നു. ഇതൊക്കെയാണ് സൂര്യന് ചുറ്റും വർഷത്തിലൊരിക്കൽ പരിക്രമണം ചെയ്യുന്നതിനോടൊപ്പം സൂര്യൻ ആകാശഗംഗയിലൂടെ സ്വയം ചലിക്കുകയും ആകാശഗംഗ മറ്റു ഗാലക്സികളുടെ കൂട്ടത്തിനുള്ളിൽ ചലിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യമായിട്ട് ഇപ്പം നമ്മൾ മലയാളത്തിൽ ഈ വാക്കുകളൊക്കെ പഠിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ഇത് കുഴപ്പമില്ല. അതായത് ഒന്ന് രണ്ട് ക്ലാസ്, അതായത് ഒന്ന് രണ്ട് ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഈ മലയാളം വാക്കുകളോട് നമുക്കൊന്ന് ഒരു പരിചയമാകും അല്ലെ. പരിചയം ആയി കഴിഞ്ഞാൽ പിന്നെന്താണ്, നമുക്കത് സെറ്റ് ആയിക്കോളും. അതുകൊണ്ട് ആദ്യമായിട്ട് ഈ കുറെ ഇങ്ങനെ ഭ്രമണം പരിക്രമണം ഇതൊക്കെ കേൾക്കുമ്പോൾ ആരും പേടിക്കണ്ട. ഓക്കെ, നമ്മൾ എല്ലാത്തിൻ്റെയും ഇംഗ്ലീഷ് ടേംസും മലയാളം ടേംസും പറഞ്ഞായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ പോകുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞുള്ള കാര്യം, അതായത് ഭൂമി എന്താണ്? സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട് ഭൂമി, റിവോൾവ് ചെയ്യുന്നുണ്ട്, റെവല്യൂഷൻ ചെയ്യുന്നുണ്ട് ഭൂമി. അപ്പൊ ഭൂമിയെ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും കാണുന്ന പല വസ്തുക്കളും എന്താണ്? ചലനത്തിലാണ് അല്ലെ. അപ്പൊ ഈ സൂര്യൻ എന്താണ്? സൂര്യൻ ആകാശഗംഗയിലൂടെ സ്വയം ചലിക്കുകയും ആകാശഗംഗ മറ്റു ഗാലക്സികളുടെ കൂട്ടത്തിനുള്ളിൽ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്താ ഈ ആകാശഗംഗ? നമ്മുടെ മിൽക്കി വേ അല്ലെ. നമ്മുടെ മിൽക്കി വേ ആണ് നമ്മുടെ ഗാലക്സി എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ മിൽക്കി വേ ഗാലക്സിയിൽ എന്താണ്? സൂര്യൻ ചലിക്കുന്നു എന്ന് പറയുന്നു. അപ്പം എന്താണ്? നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും എന്താണ്? ചലനം എന്ന് പറയുന്നത് സർവ്വസാധാരണമാണ്. ഇനി എന്താണ് ഈ ചലനം? ചലനം എന്ന് പറയുന്നത് എന്താണ്? സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം എന്ന് പറയുന്നത് അല്ലെ. സമയത്തിനനുസരിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചലനം. ഇനി എന്താണ്? ഈ സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നത് എങ്ങനെയാണ് ശരിക്കും? ഈ അധ്യായത്തിൽ ചലനത്തെ വിശദീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇതിനായി പ്രവേഗത്തിന്റെയും ത്വരണത്തിന്റെയും ആശയങ്ങൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ചലനത്തെ വിശദീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ചലനത്തെ വിശദീകരിക്കാനായിട്ട് നമ്മുടെ പ്രവേഗവും ത്വരണവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ചലനം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അതായത് മോഷൻ അല്ലെ. നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് മോഷൻ എന്ന് പറയുന്നത്. എന്താണ്? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് സമയം മാറുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാം? അത് ചലനാവസ്ഥയിലാണ് എന്ന് പറയാം. അപ്പം ചലനത്തെ നമ്മൾ വിശദീകരിക്കാനായിട്ട്, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പ്രവേഗം. എന്താ ഈ പ്രവേഗം? വെലോസിറ്റി അല്ലെ. വെലോസിറ്റി ആണ് പ്രവേഗം. അതുപോലെ ത്വരണം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ത്വരണം, ആക്സിലറേഷൻ, പ്രവേഗം, വെലോസിറ്റി ഓർത്തു വെച്ചോണം. അപ്പം ഈ അധ്യയനത്തിൽ നമ്മൾ ഇതുപോലുള്ള
വസ്തുക്കളുടെ പ്രവേഗത്തെയും ത്വരണത്തെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഗ്രാഫുകളിലൂടെ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ നമ്മുടെ പഠനം വസ്തുക്കളുടെ നേർരേഖാ ചലനം എന്നറിയപ്പെടുന്ന നേർവരയിലൂടെയുള്ള ചലനത്തിലേക്ക് പരിമിതപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് നേർരേഖാ ചലനം? അതായത് ഒരു വസ്തു നേർവരയിലൂടെയാണ് ചലിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നേർരേഖാ ചലനം, അല്ലെങ്കിൽ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് നമ്മൾ പറയത്തില്ലേ? ഇപ്പൊ ഒരേ ലൈനിലൂടെയാണ് ഒരു വസ്തു പോകുന്നതെങ്കിൽ അതെന്താണ്? നേർരേഖാ ചലനത്തിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം സമത്വരണത്തോടെയുള്ള നേർരേഖാ ചലനത്തിൽ ഒരു കൂട്ടം ലളിതമായ സമവാക്യങ്ങൾ രൂപീകരിക്കാൻ കഴിയും. ചലനത്തിന്റെ ആപേക്ഷിക സ്വഭാവം മനസ്സിലാക്കാൻ ആപേക്ഷിക പ്രവേഗം എന്ന ആശയവും ഇവിടെ പരിചയപ്പെടുന്നു. അതായത് നോക്കിക്കേ, അതായത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ സമവേഗം അല്ലെങ്കിൽ സമത്വരണം എന്ന് പറഞ്ഞില്ല, ത്വരണം ആക്സിലറേഷൻ ആണെങ്കിൽ സമത്വരണം എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ സെയിം ആയിട്ടിരിക്കുക, അതാണ് സമത്വരണം. അപ്പൊ സമത്വരണവും നേർരേഖാ ചലനവും അതിനെക്കുറിച്ചിട്ടുള്ള സമവാക്യങ്ങൾ അറിയാം നമുക്ക്, കുറച്ച് ഇക്വേഷൻസ് അല്ലെ, അതിനെക്കുറിച്ചുള്ള ഇക്വേഷൻസ് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആവേശിക പ്രവേഗം, അതായത് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന് പറയും അല്ലെ, അപ്പൊ റിലേറ്റീവ് വെലോസിറ്റി കുറിച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതെന്താണെന്ന് അവിടെ പറയാം. ഓക്കെ, പറയാം. റിലേറ്റീവ് മോഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ചർച്ചകളിലെല്ലാം നമ്മൾ ഈ ചലനത്തെ വിശദീകരിക്കുകയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ഓവർ എക്സ്പ്ലനേഷൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കമന്റിൽ പറയാം. കാരണം ഞാൻ ഓരോ വാക്കും എടുത്തെടുത്ത് പറയുന്നത് ചിലപ്പം ഈ ഇത് പഠിച്ചിട്ട് കുറേ വർഷത്തിന് ശേഷം ഈ ഒരു ടോപ്പിക്ക് കാണുന്നവരുണ്ടാവും അല്ലെ, അപ്പൊ അവർക്ക് ചെറിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഓരോ വാക്കും ഞാൻ വലിച്ചു വലിച്ച് പറയുന്നത്. ഇത്രയും വലിക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ ചർച്ചകളിലെല്ലാം ചലനത്തിലുള്ള വസ്തുക്കളെ പോയിന്റ് വസ്തുക്കളായിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലെ. നമ്മൾ ഫിസിക്സ് ഡിഗ്രിക്കായാലും നമ്മൾ പി ജിക്കായാലും പഠിച്ചിട്ടുള്ളവരെന്താണ്, ഒരു കേട്ടിട്ടുള്ള വാക്കാണ് പോയിന്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. ഈ വസ്തുക്കളെ നമ്മൾ പോയിന്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഇവർ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് വസ്തുവിന്റെ വലുപ്പത്തെക്കാൾ വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ്, അതിന്റെ വലുപ്പം അങ്ങ് അവഗണിക്കും. എന്നിട്ട് എന്താണ്, ഇത് വളരെ ചെറിയൊരു വസ്തുവാണെന്ന് നമ്മൾ പറയും. അതായത് ഒരു പോയിന്റ് സൈസേ ഉള്ളൂ വസ്തു എന്ന് പറയും. അതാണ്. അപ്പൊ വസ്തുവിന്റെ വലിപ്പം ഒരു ഉചിതമായ കാലയളവിൽ അത് സഞ്ചരിക്കുന്ന ദൂരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിനെ ഒരു പോയിന്റ് വസ്തു അല്ലെങ്കിൽ പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ പരിഗണിക്കും. ഒന്നുമില്ല, ഒരു വസ്തുവിന്റെ സൈസ് വളരെ ചെറുതാണ് compared to it the distance traveled by that object, then we consider the object as a പോയിന്റ് ഒബ്ജക്റ്റ് അല്ലെ. ആ ഒരു വസ്തുവിനെ എന്താണ്, ഒരു പോയിന്റ് വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ നമ്മൾ ഈ ഫിസിക്സിൽ എല്ലാ കാര്യങ്ങളും പഠിക്കും, അതായത് പ്രത്യേകിച്ച് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എല്ലാം പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാ വസ്തുക്കളെ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ചലന പഠനത്തിൽ ചലനത്തിന് നിദാനമായ കാരണങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാതെ ചലനത്തെ വിവരിക്കാനുള്ള മാർഗങ്ങളെ പറ്റി പഠിക്കുന്നു. നിത്യജീവിതത്തിൽ നാം കാണുന്ന മിക്ക ചലനങ്ങളെയും ചലിക്കുന്ന വസ്തുവിന്റെ വലുപ്പത്തെ അവഗണിച്ച് ഓരോ ബിന്ദുക്കളുടെ ചലനമായി സങ്കല്പിക്കാൻ കഴിയും. ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഈ ഒരു ചാപ്റ്ററിൽ നമ്മളിവിടെ വസ്തുവിന്റെ ആ വലുപ്പം അങ്ങോട്ട് നമ്മൾ അവഗണിക്കും. എന്നിട്ട് എന്താ, ഓരോ ബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പോയിന്റിനാണല്ലോ നമ്മൾ ബിന്ദു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ പോയിന്റ് വസ്തുക്കളായിട്ടാണ് അല്ലെങ്കിൽ ഓരോ ബിന്ദുക്കളായിട്ടാണ് നമ്മൾ അവരെ സങ്കല്പിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ കൈനമാറ്റിക്സ്? ചലനത്തെ കുറിച്ചുള്ള പഠനമാണ് കൈനമാറ്റിക്സ്. പിന്നെ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്നാണ് അല്ലെ, നമ്മുടെ സിലബസിൽ കിടക്കുന്ന പാർട്ടിക്കിൾ ഡൈനാമിക്സ്. എന്താ ശരിക്കും ഈ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാല്? അതായത് നമ്മൾ ചലനവും അതുപോലെ തന്നെ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിൽ കുറെ ബലമൊക്കെ പ്രയോഗിക്കുമല്ലോ, ആ ബലവും ആ ബലത്തിന്റെ ഫലവും അതായത് റിസൾട്ടും, അതായത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവിങ് ഒബ്ജക്ട് ആൻഡ് ഓൾസോ ദ റിസൾട്ട് ഓഫ് ദ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഈ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ ചലനവും ചലനത്തിലിരിക്കുമ്പോൾ അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം, ആ ഒരു പഠനശാഖയാണ് നമ്മൾ ഈ ഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. ചലനത്തിന്റെ പഠനത്തിനെയാണ് കൈനമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ശരിയായല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. അതായത് നമ്മൾ ഇവിടെ ചലനത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ പ്രവേഗം, ത്വരണം പോലുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ ആദ്യത്തെ ടോപ്പിക്ക് നോക്കാം. സ്ഥാനം, പാദദൈർഘ്യം, സ്ഥാനാന്തരം അല്ലെ. നമ്മൾ കേട്ടിട്ടുണ്ട് പൊസിഷൻ, പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അതിൽ ജസ്റ്റ് എല്ലാം എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം. എന്നിട്ട് ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു PDF കാണുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുള്ളതുപോലെ തോന്നാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോഴേ ഈ മലയാളം വേർഷൻ കുറച്ചൊരു
മങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു പടർന്നാണ് ഇരിക്കുന്നത്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴേ അങ്ങനെയാണ് കേട്ടോ. ഇത് വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നമല്ല, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ. സ്ഥാനം, സ്ഥാനം എന്ന് പറയുന്നത് എന്താ? പൊസിഷൻ. അതായത് ഒരു വസ്തു എവിടെയാണോ ഇരിക്കുന്നത് അതാണ് അതിന്റെ സ്ഥാനം. അത് നമുക്കറിയാം. പാദദൈർഘ്യം. എന്താ പാദദൈർഘ്യം? ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ചലിക്കുന്നു. അതായത് എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഒരു വസ്തു ചലിക്കുവാണെങ്കിൽ ആ പാതയുടെ ദൂരം അല്ലെങ്കിൽ പാതയുടെ ദൈർഘ്യം, അതിനെയാണ് നമ്മൾ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ പാത ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഈ പാത്ത് ലെങ്ത് എന്ന് പറയുന്നതിനാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. ദൂരം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയും അല്ലെ. ഒരു വസ്തു ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തോട്ട് ചലിക്കുമ്പോൾ ആ പാതയുടെ ദൈർഘ്യം, അതാണ് പാത്ത് ലെങ്ത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ദൂരം എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇനി സ്ഥാനാന്തരം. ഈ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഇപ്പം നമുക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഈ ഒരു പാത്തിലൂടെയും പോവാം, അതുപോലെ ഇങ്ങനൊരു പാത്തിലൂടെയും പോവാം അല്ലെ. അപ്പൊ ഞാൻ ഈ ഒരു സെക്കൻഡ് പാത്ത് എന്നും ഇതിനെ ഫസ്റ്റ് പാത്ത് എന്നും വിളിച്ചു. ഞാൻ ഫസ്റ്റ് പാത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ് അല്ലെ. എക്കും ബിക്കും ഇടയിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണെന്നും പറയാം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് പോകുന്ന ദൂരമാണെന്ന് പറയാം. അതായത് ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും. ഇനിഷ്യൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ നിന്നാണോ യാത്ര ആരംഭിക്കുന്നത് ആ പോയിന്റ് ആണ് ഇനിഷ്യൽ പോയിന്റ്. ഫൈനൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ യാത്ര അവസാനിക്കുന്നത് ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ഥാനാന്തരം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. ഇനി എയിൽ നിന്ന് ബിയിലോട്ട് എനിക്ക് രണ്ടാമത്തെ പാതയിലൂടെയും പോവാം. രണ്ടാമത്തെ പാതയിലൂടെ പോകുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുക, ഞാൻ രണ്ടാമത്തെ പാതയിലൂടെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് പോയത്. ഓക്കെ, ഇതെല്ലാം വിടുക, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതായത് ഇവിടെ എൻ്റെ വീട്, ഇവിടെ എൻ്റെ ഹൗസ്, ഇവിടെ എൻ്റെ സ്കൂള് അല്ലെ. അപ്പൊ ഞാൻ ഒന്നാമത്തെ പാതയിലൂടെ എനിക്ക് സ്കൂളിൽ പോകാം, രണ്ടാമത്തെ പാതയിലൂടെയാണ് ഞാൻ സ്കൂളിൽ പോയത്. അപ്പം രണ്ടാമത്തെ പാതയിലൂടെ ഞാൻ സ്കൂളിൽ പോയാൽ എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ പാത്ത് ലെങ്ത് ആണ് അല്ലെ. ഈ ഒരു ഇതിപ്പോ ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ആ സെമി സർക്കിളിന്റെ സർക്കംഫറൻസ് ആണ് എൻ്റെ എന്ന് പറയുന്നത് ദൂരം എന്ന് പറയുന്നത്. ആ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ പാത ദൈർഘ്യം, ദൂരം എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പാതയുടെ ദൈർഘ്യമാണ്. ഇനി എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? ആ എൻ്റെ യാത്ര തുടങ്ങിയ പൊസിഷനും യാത്ര തീർന്ന പൊസിഷനും തമ്മിലുള്ള നേർരേഖയിലുള്ള ദൂരമാണ്. അതായത് സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനിഷ്യൽ പോയിന്റ് ആൻഡ് ദ ഫൈനൽ പോയിന്റ്. അപ്പൊ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും മനസ്സിലാവും. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ എക്സാമ്പിൾ മനസ്സിലായില്ലെങ്കിൽ ഈ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് പറയാം, അപ്പൊ അതിൽ കൂടെ കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, അതെന്താന്ന് നമുക്ക് നോക്കാം. 3.2 ആണ് പറയുന്നത്. ചലനം എന്നത് സമയത്തിനനുസരിച്ചുള്ള സ്ഥാനമാറ്റമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സ്ഥാനം വ്യക്തമാക്കാൻ ഒരു ആധാര ബിന്ദുവും അത് കേന്ദ്രമായുള്ള ഒരു കൂട്ടം അക്ഷങ്ങളും ആവശ്യമാണ്. ഇതിനായി പരസ്പരം ലംബമായ XYZ എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അക്ഷങ്ങളുടെ ഒരു നിർദ്ദേശാങ്ക വ്യവസ്ഥ വിഭാവനം ചെയ്യുന്നതാണ് ഏറ്റവും സൗകര്യപ്രദം. ഇത് കേൾക്കുമ്പോൾ വളരെ ഒരു ട്വിസ്റ്റഡ് ആയിട്ട് തോന്നും. ഒന്നുമില്ല കാര്യം. അതായത് ഒരു വസ്തുവിന്റെ സ്ഥാനം പറയാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? നമ്മൾ പറയും ഒരു റെഫറൻസ് പോയിന്റ് വേണം, അല്ലെങ്കിൽ എന്താണ്? ഒരു കോർഡിനേറ്റ് സിസ്റ്റം വേണം. അതറിയാലോ എല്ലാവർക്കും. കോർഡിനേറ്റ് സിസ്റ്റം, ഒരു XYZ കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ് വെച്ചിട്ട് നമ്മൾ ഒരു പോയിന്റിനെ മാർക്ക് ചെയ്യും അല്ലെ. ഇപ്പൊ ഒരു പോയിന്റ് ഇവിടെയാണ്, ആ പോയിന്റ് എന്ന് പറയുന്നത് 1 1 1 1, അതായത് എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ 1, ഇസഡ് ആക്സിസിൽ 1 നിൽക്കുന്ന ഒരു പോയിന്റ് ആണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ആ ഒരു വസ്തുവിന്റെ ഒരു സ്ഥാനം പറയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ആധാര ബിന്ദു വേണം, ഒരു റെഫറൻസ് പോയിന്റ് വേണം. അതുപോലെ XYZ എന്ന് പറയുന്ന ഒരു പരസ്പരം ലംബമായ
എക്സ് വൈ സെഡ് എന്ന് രേഖപ്പെടുത്തിയ അക്ഷകങ്ങൾ എന്താണ് ആക്സിസുകൾ വേണം അല്ലെ 3 ആക്സിസുകൾ എക്സ് വൈ സെഡ് ആക്സിസ് ഉള്ള. അപ്പൊ ഈ എക്സ് വൈ സെഡ് ആക്സിസിന് ആക്സസ് സിസ്റ്റം അല്ലെ നമ്മുടെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഗ്രിക്ക് റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ എഴുതിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് രേഖപ്പെടുത്താം. ഇനി ഈ 3 അക്ഷരങ്ങളും കൂടിച്ചേരുന്ന ബിന്ദുവാണ് ഈ അവലംബകത്തിന്റെ മൂലബിന്ദു. അതറിയാലോ, ഈ എക്സ് വൈ സെഡ് ആക്സിസിന്റെ ഒറിജിൻ അല്ലെ 3 പേരും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ മൂലബിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ അവലംബകത്തെ ആധാരമാക്കിയുള്ള നിർദ്ദേശാങ്കങ്ങൾ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നു. അപ്പൊ എന്താണ്, ഈ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഇസഡ് ആക്സിസിലും ആ കോർഡിനേറ്റിന്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് ആ ഒരു എവിടെയാണ് ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു വസ്തു എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് കാടുകയറി ചിന്തിക്കേണ്ട, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഒരു വസ്തുവിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു. സോ സമയം അളക്കുന്നതിനായി ഒരു ക്ലോക്കിനെ ഈ വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു ചലനം പറയണമെങ്കിൽ എന്ത് വേണം, സമയം വേണം. സമയം മാറുന്നതനുസരിച്ചാണ് വസ്തുവിന്റെ സ്ഥാനത്തിന് മാറ്റം വരുന്നത്. അപ്പൊ എന്തും കൂടെ വേണം, ഒരു ക്ലോക്കും കൂടെ വേണം അല്ലെ. അപ്പൊ ക്ലോക്കുകൾ ഉൾപ്പെട്ട എക്സ് വൈ സെഡ് അക്ഷങ്ങളുടെ ഈ വ്യവസ്ഥയാണ് അവലംബകം അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ആയി പരിഗണിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഒരു കണക്ഷൻ കിട്ടിയോ? എന്താ, നമ്മൾ എപ്പോഴും ഒരു വസ്തുവിന്റെ ചലനം പറയുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നമ്മൾ എപ്പോഴും എങ്ങനെയാ പറയുന്നത്, വേറെ ഏതെങ്കിലും ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പറയുന്നത് അല്ലെ. വേറെ ആപേക്ഷികം എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ അടിസ്ഥാനമാക്കി നമ്മൾ പറയും അല്ലെ. ആ അടിസ്ഥാനമാക്കി എടുക്കുന്ന വസ്തുവാണെന്ത്, അവലംബക വസ്തു. അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിച്ചു, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ ക്ലോക്കും നമ്മുടെ എക്സ് വൈ സെഡ് ആക്സിസും ചേരുന്നതിനാണ് ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്നത്, അവലംബകം. അവലംബകം എന്ന് പറയുന്നതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. അപ്പൊ എന്താണ്, ഒരു വസ്തുവിന്റെ ഒന്നിലധികമോ നിർദ്ദേശാങ്കങ്ങൾ സമയം മാറുന്നതിനനുസരിച്ച് മാറിയാൽ ആ വസ്തു ചലനത്തിലാണ്. ഇവ മാറുന്നില്ലെങ്കിൽ വസ്തു ആ അവലംബകത്തിൽ സ്ഥിരാവസ്ഥയിലാണെന്ന് പറയാം. അതായത് ഈ എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്, അതായത് ഈ 3 ആക്സസ് ഉള്ള ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിള് എന്താണ്, സമയത്തിനനുസരിച്ച് ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ചേഞ്ച് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ വസ്തു ചലിക്കുന്നുണ്ട്. ഇനി സമയത്തിനനുസരിച്ച് അതിന് ചലനമില്ല എങ്കിൽ എന്ത് പറയാം, അത് നിശ്ചലാവസ്ഥയിലാണ്. ഓക്കെ, അപ്പൊ ഈ അവലംബകത്തെ അപേക്ഷിച്ച് അല്ലെ, അവലംബകത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ അവലംബകത്തെ അപേക്ഷിച്ചാണ് നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ പറയും അല്ലെ. ദ മോഷൻ ഓഫ് ദ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു ഫ്രെയിം ഓഫ് റെഫറൻസ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ജസ്റ്റ് ഇത്രയും പറഞ്ഞു ഒന്ന് ചുരുക്കി പറയാം. ചലനം എന്ന് പറയുന്നത് എന്താണ്, മാറ്റം സമയം മാറുന്നതനുസരിച്ചുള്ള സ്ഥാനമാറ്റത്തെയാണ് ചലനം എന്ന് പറയുന്നത്. ഈ ചലനം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു അവലംബകം ഉപയോഗിക്കാം. അവലംബകത്തിൽ എന്തായിരിക്കും, ഈ 3 കോർഡിനേറ്റ് ആക്സസുകൾ അല്ലെ, നിർദ്ദേശാങ്കങ്ങളുണ്ട്. എക്സ് വൈ ഇസഡ് അക്ഷങ്ങളുള്ള അവലംബകമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ക്ലോക്കും കൂടെ അവലംബകത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അവലംബകത്തിലെ ഒരു കൂട്ടം അക്ഷരങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ്. ഉദാഹരണമായി ഒരു ഏകമാന ചലനം വിവരിക്കാൻ നമുക്ക് ഒരക്ഷരം മാത്രമേ ആവശ്യമുള്ളൂ. എന്നാൽ 2 or 3 മാനങ്ങളുടെ ചലനം വിവരിക്കാൻ 2 or 3 അക്ഷരങ്ങൾ ആവശ്യമായി വരുന്നു. അത് സിമ്പിൾ കോൺസെപ്റ്റാ അല്ലെ. 1 ഡയമെൻഷണൽ മോഷൻ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട് നിങ്ങൾ, അതായത് നേർരേഖയിലുള്ള ചലനം, അതിനെയാണ് നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അതായത് ഏകമാന ചലനം അല്ലെ. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത് ഏകമാന ചലനം, അതിനെയാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ, നമ്മൾ ഒരു അക്ഷം മാത്രം അല്ലെങ്കിൽ ഒരു ആക്സിസ് മാത്രം നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ, അതായത് മോഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ആക്സിസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അതിനെയാണ് ഏകമാന ചലനം എന്ന് പറയുന്നത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ അക്ഷം എന്നാണ് നമ്മൾ പറയുന്നത് മലയാളത്തിലെ. അപ്പം അതിന് ഉദാഹരണം എന്താണ്, നേർരേഖ ചലനം. ഒരു വാഹനം ഒരു നേർരേഖയിലൂടെ പോകുന്ന എന്താണ്, ഏകമാന ചലനത്തിന് ഉദാഹരണമാണ്. അടുത്ത എന്താണ്,
ഡയമെൻഷണൽ മോഷൻ, 2D മോഷൻ നമുക്കറിയാം എന്താണ്, ദ്വിമാന ചലനം അല്ലെ, ദ്വിമാന ചലനം. അതാണ് 2 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ അതിന് എത്ര ആക്സിസ് വേണം? 2 ആക്സിസ് വേണം 2 ഡയമെൻഷണൽ മോഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഒരു പാർട്ടിക്കിള് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഒരു കാറ് ഒരു റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നു അല്ലെ. അപ്പൊ ആ കാർ റോഡിലൂടെ പോകുമ്പോഴത്തേക്കും എന്താണ്, നമ്മൾ ഒരൊറ്റ ആക്സിസ് മതി. സപ്പോസ് എനിക്ക് അത് എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യാന്ന് വിചാരിക്കും അല്ലെ. അപ്പൊ ഒറ്റ ആക്സിസ് മാത്രം മതി. അതായത് XYZ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് ആക്സിസ് മാത്രം യൂസ് ചെയ്ത് എനിക്ക് അതിന്റെ ഡിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താ, 1 ഡയമെൻഷണൽ മോഷനാണ്. ഇനി ദ്വിമാന ചലനം എന്ന് പറയുമ്പോൾ എന്താണ്, 2 ആക്സിസ് എനിക്ക് വേണം. എക്സ് ആക്സിസും വേണം, വൈ ആക്സിസും വേണം. അപ്പൊ എനിക്ക് വേണേൽ പറയാം ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1,2 എന്ന് പറയുന്ന പോയിന്റിലാണ് എന്റെ കാർ ഇരിക്കുന്നത് എന്ന് പറയാം അല്ലെ. അതാണ് ദ്വിമാന ചലനം എന്ന് പറയുന്നത്. അപ്പൊ ത്രിമാന ചലനം എന്ന് പറയുന്നത് എന്താണ്, 3 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ അവിടെ എന്താണ് ചെയ്യുന്നത്, ത്രിമാന ചലനം, അവിടെ എന്താ ഉണ്ടാകുന്നത്, 3 ആക്സിസുകൾ ഉണ്ടാവും അല്ലെ. XYZ എന്ന് പറയുന്ന 3 ആക്സിസുകൾ ഉപയോഗിച്ച് നമുക്ക് ആ ഒരു വസ്തുവിന്റെ ചലനത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് ഉദാഹരണം എന്താ, നമ്മുടെ ആകാശത്തൂടെ ഒരു പക്ഷി പറക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു തേനീച്ച പറന്നു പോകുന്നു. അതായത് 3 ഡയമെൻഷണൽ ആയിട്ട് അല്ലെ, സ്പേസിലൂടെ എന്ത് നടന്നു, സ്പേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിലൂടെ 3 ആക്സിസുകൾ ഉപയോഗിച്ച് എന്ത് നടക്കുന്ന എന്താണ്, ഈ ഒരു ത്രിമാന ചലനത്തിന് ഉദാഹരണമാണ്. ഇനി ദ്വിമാന ചലനത്തിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രതലത്തിലൂടെ എന്തെങ്കിലും നടക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, ദ്വിമാന ചലനമാണ് അല്ലെ. സർഫസിലൂടെ നടക്കുന്ന മോഷൻ എന്ന് പറയുന്നത് ദ്വിമാന ചലനമാണ്. ത്രിമാന ചലനം എന്ന് പറഞ്ഞാൽ സ്പേസിലൂടെ എന്തെങ്കിലും നടക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്, ത്രിമാന ചലനമാണ്. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകളിൽ അതിപ്പോ എങ്ങനെ പറയാ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു പക്ഷി പറന്നു പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു പൂമ്പാറ്റ പറക്കുന്നു. എനിക്ക് വേറെ എക്സാമ്പിൾ ഒന്നും ഇപ്പൊ മനസ്സിൽ കിട്ടുന്നില്ല, ഞാനത് വേണേ കമന്റിൽ ഇടാം. ഓക്കെ, ത്രിമാന ചലനത്തിന് ഉദാഹരണങ്ങൾ. അപ്പൊ ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഏകമാന ചലനം, ദ്വിമാന ചലനം, ത്രിമാന ചലനം. അപ്പൊ ഇതാണ് ചലനം. അപ്പൊ ഈ ചലനത്തെ നമുക്ക് ആവേശികമായിട്ടാണ്, അതായത് ഒരു വസ്തുവിന്റെ അപേക്ഷിച്ചാണ് നമ്മൾ എപ്പോഴും ഒരു വസ്തുവിന്റെ ചലനം പറയുന്നത്. ആ ആവേശികമായിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് നമ്മൾ അവലംബകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ഇവിടെ ഒരു ഉദാഹരണമാണ് കൊടുക്കുന്നത്. ഒരു വസ്തുവിന്റെ അവസ്ഥയുടെ വിവരണം അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന അവലംബകത്തെ ആശ്രയിക്കുന്നു. ഉദാഹരണമായി, റോഡിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറിന്റെ ചലനം വിവരിക്കുന്നത് നിങ്ങളുമായോ തറനിരപ്പുമായോ ബന്ധിച്ചിരിക്കുന്ന ഒരു അവലംബകത്തിന് അനുസൃതമായാണ്. പക്ഷെ കാറിനകത്തിരിക്കുന്ന ഒരാളുമായി ബന്ധിച്ചിട്ടുള്ള അവലംബകത്തിനനുസരിച്ച് ആ കാർ സ്ഥിരാവസ്ഥയിലാണ് അല്ലെ. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമ്മളൊരു ബസ്സിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ബസ്സിനകത്തിരിക്കുകയാണ്, ബസ്സിലൂടെ ഞാനൊരു യാത്ര പോവുകയാണ്. അപ്പൊ ബസ്സിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു ആളിരിക്കുന്നു അല്ലെ. അപ്പൊ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്താണ്, നിശ്ചലാവസ്ഥയിലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ആ ആള് ബസ്സിനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ആ ആളെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരാൾ കണ്ടാൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആളും എന്താണ്, ചലനാവസ്ഥയിലാണ്. പക്ഷെ ബസ്സിലിരിക്കുന്ന ഒരാൾ, ഞാൻ നോക്കുവാണ് അയാളെ, അപ്പൊ അയാൾ എന്താണ്, നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. അതുകൊണ്ടാണ് ഇത് ആപേക്ഷികമായിട്ട് നമ്മൾ പറയുന്നത്. മനസ്സിലായോ. അപ്പം അവിടെ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറി. ഞാൻ തറയാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്, അതായത് റോഡാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ബസ്സിനകത്തിരിക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ ചലനാവസ്ഥയിലാണ്. പക്ഷെ ഞാൻ ബസ്സാണ് ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ അവലംബകമായിട്ട് എടുക്കുന്നെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന ആൾ എന്താണ്, അയാൾ നിശ്ചലാവസ്ഥയിലാണെന്ന് എനിക്ക് പറയാം അല്ലെ. നമ്മുടെ അടുത്ത് ഒരാള് ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ബസ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അയാൾ എന്താണ്, ബസ്സിൽ ചലനം ഇല്ലാതിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ ഇതൊക്കെ ആപേക്ഷികമാണ്. ആ ആപേക്ഷികമായിട്ട് നമ്മൾ എടുക്കുന്ന എന്തിനെ അടിസ്ഥാനമാക്കിയാണോ നമ്മൾ ഈ ഒരു വസ്തുവിന്റെ ചലനം പറയുന്നത്, അതിനെയാണ് ഈ അവലംബകം എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കറിയാം ഒരുപാട് നീണ്ടുപോയെന്ന്, ചെറിയൊരു കാര്യമാണെങ്കിലും കുറച്ച് സമയം എടുത്തു പോയി. സോറി, നിങ്ങൾക്ക് കമന്റ്സിലൂടെ പറയാം. ഇത്രയും വലിപ്പിക്കണ്ടെങ്കിൽ ഞാൻ ഇത് ഷോർട്ട് ആക്കി തന്നെ എടുക്കാം. ഓക്കെ, ഇനിയുള്ള വീഡിയോസ്. ശരി, ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നേർരേഖ ചലനം വിവരിക്കാൻ വസ്തുവിന്റെ പാതയുമായി ചേർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു അക്ഷം സ്വീകരിക്കാം. പിന്നീട് ചിത്രം
3.1 കാണിച്ചിരിക്കുന്നത് പോലെ ആ വസ്തുവിന്റെ സ്ഥാനം സൗകര്യപ്രദമായി തിരഞ്ഞെടുത്ത ഒരു മൂലബിന്ദു, ഉദാഹരണം O, ആധാരമാക്കി അളക്കുമ്പോൾ അതിനെ വലതുവശത്തുള്ള സ്ഥാനങ്ങൾ പോസിറ്റീവായും ഇടതുവശത്തുള്ള സ്ഥാനങ്ങൾ നെഗറ്റീവായും പരിഗണിക്കും. ഈ രീതി അനുസരിച്ച് ചിത്രം 3.1 കാണിച്ചിരിക്കുന്ന PQ എന്ന ബിന്ദുക്കളുടെ സ്ഥാനത്തിന്റെ നിർദ്ദേശാങ്കങ്ങൾ ചിത്രം 3.1 തന്നിരിക്കുന്നത് +360 മീറ്റർ +240 മീറ്റർ എന്നിങ്ങനെയാണ്. ഇതുപോലെ R എന്ന ബിന്ദുവിന്റെ സ്ഥാന നിർദ്ദേശാങ്കം എന്നത് -120 മീറ്റർ ആകുന്നു. ഒന്നുമില്ല, ഒരു എക്സ് ആക്സിസ് ഇവിടെ കാണിക്കുന്നത് അല്ലെ. എക്സ് ആക്സിസിന്റെ മൂലബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്? O ആയിട്ട് നമ്മൾ എടുത്തു. നമ്മൾ സാധാരണ ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ എടുക്കത്തില്ലേ, ഒരു എക്സ് ആക്സിസ് വരച്ചു, ഇവിടെ O ആണ്, ഇതെന്താണ്? പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയും. ഇപ്പുറത്തോട്ട് എന്താണ്? നെഗറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, പോസിറ്റീവ് എക്സും നെഗറ്റീവ് എക്സും. ഇതെന്താണ്? ഈ ഒരു നേർപാതയിലൂടെ ചലിച്ച ഒരു കാറിന്റെ ചലനത്തിനെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഈ കാറ് പോകുവാണ്. അപ്പം O എന്ന് പറയുന്ന പോയിന്റിന്, അതായത് 0ക്ക് വലതുവശത്തോട്ട് പോസിറ്റീവ് വാല്യൂസും ഇടതുവശത്തോട്ട് നമ്മുടെ നെഗറ്റീവ് വാല്യൂസ് ആണ് എടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ ഈ 3.1 എന്ന് പറയുന്ന ഈ ഫിഗറിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ഒരു കാറിന്റെ സ്ഥാനങ്ങളാണ്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിൽ 360 മീറ്റർ ആണ് ആ കാർ ചലിച്ചിട്ടുള്ളത്. Q എന്ന് പറയുന്നത് 240, R എന്ന് പറയുന്നത് -120. കാരണം ഇടത്തോട്ടായതുകൊണ്ടാണ് നമ്മൾ -120 ആണ് അതിന്റെ സ്ഥാന നിർദ്ദേശാങ്കം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം -120 ആണ് ആറിന്റെ വാല്യൂ. ഇത്ര നമ്മൾ പറഞ്ഞോളൂ. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കാലോ. പാദദൈർഘ്യം, ഇതിനെ അടിസ്ഥാനമാക്കി പാദദൈർഘ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോറി. ഇനി കാറിന്റെ നേർരേഖാ ചലനം പരിഗണിക്കുക. കാറിന്റെ ചലനപാത X അക്ഷമായും അത് സഞ്ചരിക്കാൻ തുടങ്ങുന്ന ബിന്ദുവിനെ മൂലബിന്ദുവായും പരിഗണിക്കാം. അതായത് T = 0 ആയിരുന്നപ്പോൾ കാറിന്റെ സ്ഥാനം X = 0 ആയിരുന്നു. ഒന്നുമില്ല, സമയം 0 ആകുമ്പോൾ, അതായത് സമയം കൂടി തുടങ്ങുമ്പോഴത്തേക്കും, അതായത് അതിന്റെ ചലനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെവിടെ ആയിരുന്നു? X = 0 എന്ന് പറയുന്ന പോയിന്റിലായിരുന്നു. അതായത് ഓയിലായിരുന്നു. ഓയിൽ നിന്നാണ് കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ P, Q, R എന്നിവ കാറിന്റെ പല ക്ഷണങ്ങളിലുള്ള സ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. അതായത് സമയം മാറുന്നതനുസരിച്ച് ഈ കാറ് ഓയിൽ നിന്ന് ക്യൂയിൽ വരുന്നു, പിന്നെ ക്യൂയിൽ നിന്ന് പിയിലോട്ട് പോകുന്നു, അങ്ങനെ ഓരോരോ പോയിന്റിൽ കാറ് മൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി ചലനത്തിന്റെ രണ്ട് സന്ദർഭങ്ങൾ പരിഗണിക്കാം. ആദ്യത്തെ സന്ദർഭത്തിൽ കാറ് ഓയിൽ നിന്നും P വരെ സഞ്ചരിക്കുന്നു അല്ലെ. കാർ എവിടെ നിന്ന് പോകുന്നു? ഓയിൽ നിന്ന് P വരെ സഞ്ചരിക്കുന്നു. P വരെ സഞ്ചരിച്ച കാർ എന്ത് ചെയ്യുന്നു? അപ്പോൾ കാർ സഞ്ചരിച്ച ദൂരം എന്താണ്? നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കാർ സഞ്ചരിച്ച ദൂരം എന്താണ്? 360 മീറ്റർ ആണ് കാർ സഞ്ചരിച്ചത് ഓയിൽ നിന്ന് P വരണമെങ്കിൽ അല്ലെ. അപ്പൊ ഈ ദൂരത്തെ കാർ സഞ്ചരിച്ച പാദദൈർഘ്യം എന്ന് നമുക്ക് വിളിക്കാം അല്ലെ. കാരണം എന്താണ്? പാദദൈർഘ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ദൂരമാണോ ട്രാവൽ ചെയ്തത്, ആ ട്രാവൽ ചെയ്ത അല്ലെ യാത്ര ചെയ്ത ദൂരത്തിനെയാണ്, അല്ലെങ്കിൽ പാതയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എന്താണ്? 360 മീറ്റർ ആണ് അല്ലെ. അപ്പൊ ഈ ദൂരത്തെ കാർ സഞ്ചരിച്ച പാദദൈർഘ്യം എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ രണ്ടാമത്തെ സന്ദർഭത്തിൽ കാർ ഓയിൽ നിന്നും P വരെ സഞ്ചരിക്കുകയും അവിടെ നിന്ന് ക്യൂയിൽ എത്തുകയും ചെയ്യുന്നു. സോ പിയിൽ നിന്ന് എങ്ങോട്ടാണ് പോയത്? ക്യൂയിലോട്ട് പോയി. സോ ഓയിൽ നിന്ന് പിയിലോട്ട് പോയി, പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഘട്ടത്തിൽ ഇവര് സഞ്ചരിച്ച പാദദൈർഘ്യം എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാവോ? അപ്പൊ ഓയിൽ നിന്ന് P വരെ 360 ആണെന്ന് പറയാം. ഇനി പിയിൽ നിന്ന് ക്യൂ വരെ എത്ര സഞ്ചരിച്ചു? 360ഉം ഇവിടെ 240ഉം. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 അല്ലെ. 120 മീറ്റർ. മനസ്സിലായോ? 360ഉം 240ഉം കൂടെ കുറച്ച ഈ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 120. അപ്പൊ 360 + 120 എത്രയായി? 480 മീറ്റർ. എപ്പോഴാണ്? ഓയിൽ നിന്ന് പിയിലോട്ട് പോയി, പിയിൽ നിന്ന് ക്യൂയിലോട്ട് പോയപ്പോൾ അവർ സഞ്ചരിച്ച മൊത്തം ദൂരം അല്ലെങ്കിൽ പാദദൈർഘ്യം എന്ന് പറയുന്നത് എത്രയായി? 480 മീറ്റർ എന്നായി അല്ലെ. അപ്പൊ പാദദൈർഘ്യം എന്ന് പറയുന്നത് പരിമാണം മാത്രമുള്ളതും ദിശയില്ലാത്തതുമായ ഒരു അദിശ അളവാണ് അല്ലെ. എന്താ നോക്കിക്കേ, അദിശ അളവ്. എന്താ ഈ അദിശ അളവ്, സദിശ അളവ് എന്നൊക്കെ പറഞ്ഞാൽ? അത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സ്കെയിലാർ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റി. ഓർക്കുന്നുണ്ടോ പണ്ട് പഠിച്ചത്? സ്കെയിലാർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമാണം മാത്രമുള്ളവരാണ്
സ്കെയിലാർ. അതായത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളവരെയാണ് നമ്മൾ സ്കെയിലാർ എന്ന് വിളിക്കുന്നത്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെക്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്കെയിലാർ എന്ന് പറയുന്നത് എന്താണ്, അദിശ അളവുകൾ അല്ലെ, അദിശ അളവുകളാണ് സ്കെയിലാർ. അതുപോലെ തന്നെ സദിശ അളവുകളാണ് വെക്റ്റർ അല്ലെ. വെക്റ്ററിന്റെ പ്രത്യേകത എന്താണ്, അവർക്ക് പരിമാണവും ഉണ്ട് അതുപോലെ ദിശയുണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ പാദദൈർഘ്യം എന്താന്നാ പറഞ്ഞത്, അദിശ അളവാണ്, അതൊരു സ്കെയിലാർ ആണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, പരിമാണം മാത്രമുള്ളൂ, ദിശ ഇല്ല. അപ്പൊ അത് ഓർത്ത് വെച്ചോണം, പരിമാണം മാത്രമുള്ളൂ, ദിശയില്ല. അതുകൊണ്ട് ഇവരെന്താണ്, ഒരു അദിശ അളവാണ്. ഓക്കെ, പരിമാണം എന്ന് പറഞ്ഞാൽ എന്താ, ഈ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഞാൻ പറഞ്ഞു ഇപ്പൊ ദൂരം 360 മീറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ 360 എന്ന് പറയുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, മാഗ്നിറ്റ്യൂഡ് എന്ന് വിളിച്ചത്. ഓക്കെ അല്ലേ. അപ്പം അദിശ അളവാണ് നമ്മുടെ എന്ത്, പാദദൈർഘ്യം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പം പാതയുടെ നീളം, അതാണ് പാദദൈർഘ്യം. ഓക്കെ, അടുത്തത് നമ്മൾ സ്ഥാനാന്തരം പറയാം അല്ലെ. സ്ഥാനാന്തരം എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് സ്ഥാനാന്തരം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന പോയിന്റും അവസാനിക്കുന്ന പോയിന്റും തമ്മിലുള്ള നേർരേഖാ പാതയുടെ ദൂരം, അതാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. സി, മറ്റൊരു അളവായ സ്ഥാനാന്തരത്തെ സ്ഥാനത്തിലുള്ള മാറ്റമായി നിർവചിക്കുന്നത് ഉചിതമാണ്. x1 x2 എന്നത് യഥാക്രമം t1 t2 എന്നീ സമയങ്ങളിലുള്ള ഒരു വസ്തുവിന്റെ സ്ഥാനങ്ങളായാണ് കരുതുക. അപ്പോൾ അതിന്റെ സ്ഥാനാന്തരം ഡെൽറ്റ എക്സ് അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. ഒന്നുമില്ല കാര്യം. അതായത് t1 എന്ന് പറയുന്ന ടൈമിൽ ഈ വസ്തു x1 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നതെന്ന് സങ്കല്പിക്കുക. t2 എന്ന് പറയുന്ന ടൈമിൽ ഈ വസ്തു x2 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ വസ്തുവിന്റെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ സ്ഥാനമാണ് നമ്മൾ പറഞ്ഞത് x1ഉം x2. അപ്പൊ ഈ x1ഉം x2ഉം തമ്മിലുള്ള വ്യത്യാസമല്ലേ അതിന്റെ ദൂരം എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ ഡെൽറ്റ എക്സ് എന്ന് എടുത്തത് അല്ലെ. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1. ഇത് തന്നെയാണ് നമ്മളിത് ഇവിടെ പറഞ്ഞത്. പിയും ക്യൂവും തമ്മിലുള്ള ദൂരം, പി എന്ന് പറയുന്നത് 360, ക്യൂ എന്ന് പറയുന്നത് 240. ഇവരുടെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് 360 മൈനസ് 240. അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ദൂരം x2ഉം x1ഉം ഇടയിലുള്ള ദൂരം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x2 മൈനസ് x1 എന്ന് നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഒരു അളവിലുണ്ടായ വ്യത്യാസത്തെ ഗ്രീക്ക് ലിപിയായ ഡെൽറ്റ എക്സ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു അല്ലെ. ഇത് ഗ്രീക്ക് ലെറ്റർ ആണ്, ഡെൽറ്റ എന്നാണ് നമ്മൾ അതിനെ വായിക്കുന്നത്. ഇനി x2 ഇസ് ഗ്രേറ്റർ ദാൻ x1 ആയാൽ ഡെൽറ്റ എക്സ് പോസിറ്റീവും x2 ലെസ് ദാൻ x1 ആയാൽ ഡെൽറ്റ എക്സ് നെഗറ്റീവും ആകുന്നു. അത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഈ ആദ്യത്തെ നമ്പർ വലുതായാൽ വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ആദ്യത്തെ നമ്പർ ചെറുതായാൽ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും അല്ലെ. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നമ്മൾ വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി സ്ഥാനാന്തരത്തിന് പരിമാണവും ദിശയുമുണ്ട്. ദേണ്ട കിടക്കുന്നു. ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ഥാനാന്തരം അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ആണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് എന്തുണ്ട്, പരിമാണവും ഉണ്ട് ദിശയുമുണ്ട്. അതായത് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഉണ്ട് സ്ഥാനാന്തരം. എന്താ ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് അല്ലെ. ഓക്കെ അല്ലേ. അപ്പൊ ഇറ്റ് ഇസ് എന്തളവാണ്, സദിശ അളവാണ്. സദിശ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെക്റ്റർ ആണ് അല്ലെ. ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ ഓർത്ത് വെച്ച ഒരു ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് സദിശ അളവ് അല്ലെ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അദിശ അളവ്. മാറ്റി എഴുതാലോ, ചോദിച്ചാൽ എഴുതാലോ. അപ്പൊ അത് ഓർത്ത് വെച്ചോളാം. സോ അങ്ങനെയുള്ള അളവുകളുടെ സദിശങ്ങൾ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. സദിശങ്ങളെ കുറിച്ച് അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കും. അപ്പൊ അടുത്തൊരു ഫുൾ ചാപ്റ്റർ കിടപ്പുണ്ട് സദിശങ്ങളെ കുറിച്ച്. ഓക്കെ, ഇനി ഇവിടെ പ്രതിപാദിക്കുന്നത് നേർരേഖയിലുള്ള ഒരു വസ്തുവിന്റെ ചലനമാണ്. ഇതിനെ നേർരേഖാ ചലനം എന്ന് വിളിക്കുന്നു. അപ്പൊ നേർരേഖാ ചലനത്തിന് വേറൊരു വാക്കുണ്ട്, സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ റെക്റ്റിലീനിയർ മോഷൻ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, റെക്റ്റിലീനിയർ മോഷൻ എന്നും നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇനി ഏകമാന ചലനത്തിൽ ഒരു വസ്തുവിന് രണ്ടു ദിശകളിൽ മാത്രമേ ചലിക്കാൻ സാധിക്കുകയുള്ളൂ, പിന്നോട്ടും മുന്നോട്ടും അല്ലെങ്കിൽ മുകളിലേക്കും താഴോട്ടും. ഈ രണ്ട് ദിശകളും പോസിറ്റീവ് നെഗറ്റീവ് എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ വ്യക്തമാക്കാൻ സാധിക്കും. ഉദാഹരണമായി കാറിന് ഓയിൽ നിന്ന് പിയിലേക്ക് ചലിക്കുവാനുള്ള സ്ഥാനാന്തരം നമ്മൾ 360 എന്ന് എടുത്തു
അല്ലെ? ഓയിൽ നിന്ന് പിയിലോട്ട് 360 എന്താ? പോസിറ്റീവ് 360 നമ്മൾ എടുത്തത്. ഒന്നുമില്ല, ഒന്ന് പറയാം. അതായത് നമ്മൾ നേർരേഖാ ചലനം അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ വസ്തുവിന് നമ്മുടെ ആക്സിസിൽ നിന്ന് വലത്തോട്ട് പോവാം, അല്ലെങ്കിൽ ഇടത്തോട്ട് പോവാം, അല്ലെങ്കിൽ എന്താണ്, മുകളിലോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു വസ്തുവിന് താഴോട്ട് പോകാം. വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസിന്റെ വാല്യൂ എന്താ നമ്മൾ എടുത്തത്? പോസിറ്റീവ് എന്ന് എടുത്തത്. ഇനി ഇടത്തോട്ടാണ് പോകുന്നതെങ്കിൽ എന്താണ്, നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുത്തത്, അല്ലെ? ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ എന്താണ്, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോളുക, അല്ലെ? അതായത് ഏകമാന ചലനത്തിൽ ഒരു വസ്തുവിന് രണ്ടു ദിശകളിൽ മാത്രമേ ചലിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഏതൊക്കെയാണ്? മുന്നോട്ടും പിന്നോട്ടും, അല്ലെങ്കിൽ മുകളിലേക്കും താഴേക്കും. സോ മുന്നോട്ടാണെങ്കിൽ പോസിറ്റീവ്, പിന്നോട്ടാണെങ്കിൽ നെഗറ്റീവ്, മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, താഴോട്ടാണെങ്കിൽ നെഗറ്റീവ് എന്നിങ്ങനെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡിസ്റ്റൻസ് അല്ല, ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് സ്ഥാനാന്തരത്തിന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഉദാഹരണമായി കാർ ഒയിൽ നിന്ന് പി വരെ ചലിക്കാനുള്ള സ്ഥാനാന്തരം 360 മീറ്റർ. ഇനിയാണ് നമ്മുടെ കഥ നടക്കുന്നത്. നോക്കിക്കേ, 360 മീറ്റർ പരിമാണമുള്ള ഈ സ്ഥാനാന്തരത്തെ പോസിറ്റീവ് എക്സ് ദിശയിൽ പോസിറ്റീവ് ചിഹ്നം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ദിശയിലാണ് നടക്കുന്നത്, അതായത് വലത്തോട്ടാണ് ചലനം നടക്കുന്നതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് 360 മീറ്റർ എന്ന് എഴുതി. ഇനി സ്ഥാനമായി കാറിന്റെ പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള സ്ഥാനാന്തരം 240 മൈനസ് 360 മീറ്റർ, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 120 മീറ്റർ ആണ്. ഇനി എന്തായി? കാറിന്റെ പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള സ്ഥാനാന്തരം. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള സ്ഥാനാന്തരത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഒന്ന് മായ്ച്ചു കളഞ്ഞേക്കാം. പിയിൽ നിന്ന് കാറ് ക്യൂയിലോട്ട് വരുന്നു. അപ്പൊ ഇതിന്റെ സ്ഥാനാന്തരം എത്രയായിരിക്കും? നമുക്ക് പറഞ്ഞു ഈ ദൂരം എന്ന് പറയുന്നത് 120. ഇതെന്താണ്? ഇടത്തോട്ടാ സഞ്ചരിച്ചത്. അപ്പൊ ഇതെന്തായി? മൈനസ് 120 മീറ്റർ ആയി. ഇതെന്തായി? സ്ഥാനാന്തരത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് ദൂരമല്ല, ഇത് സ്ഥാനാന്തരം. ദൂരം എത്ര ആയിരുന്നു? 120. പക്ഷെ സ്ഥാനാന്തരത്തിൽ ദിശയും നമ്മൾ കണക്കാക്കും, ദൂരത്തിൽ നമ്മൾ ദിശ കണക്കാക്കില്ല. സ്ഥാനാന്തരത്തിൽ ദിശ കണക്കാക്കുന്നുണ്ട്. ഇവിടെ പിറകോട്ടാണ് സഞ്ചരിച്ചത്. പിറകോട്ട് സഞ്ചരിച്ചത് കാരണം മൈനസ് 120 മീറ്റർ എന്നാണ് നമ്മൾ സ്ഥാനാന്തരം രേഖപ്പെടുത്തുന്നത്. എവിടുന്ന് എങ്ങോട്ടുള്ളത്? പിയിൽ നിന്ന് ക്യൂയിലോട്ടുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത് മൈനസ് 120 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൈനസ് 120 മീറ്റർ. ഇനി നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് സ്ഥാനാന്തരത്തിന്റെ ദിശയാണ്. അതായത് വസ്തുക്കളുടെ ഒരു ഏകമാനത്തിലുള്ള ചലനം വിശദമായി പ്രതിപാദിക്കാൻ അവ പ്രത്യേകമായി സദിശമായി അടയാളപ്പെടുത്തേണ്ടതില്ല. ഓക്കെ, അതായത് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ പരിമാണം അത് അനുസരിച്ച് പാദദൈർഘ്യത്തിന് തുല്യമാവുകയോ തുല്യമാവാതിരിക്കുകയോ ആവാം. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇത് ചിലപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ അങ്ങനെ ചോദിക്കാം, അല്ലെ? അപ്പൊ സ്ഥാനാന്തരം ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും മേ ഓർ മേ നോട്ട് ബി ഈക്വൽ, അല്ലെ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ദ പാത്ത് ലെങ്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്ട്. അതായത് പാദദൈർഘ്യവും സ്ഥാനാന്തരവും തുല്യമാവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. അതൊന്ന് ഓർത്ത് വെച്ചോണം. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഉദാഹരണമായിട്ട് പറയാം. എന്താണ്? ഞാൻ ഈ ഫിഗർ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ എഴുതിയിരിക്കുന്ന എല്ലാം തുടയ്ക്കാം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തുല്യമാവുകയോ ആകാതിരിക്കുകയോ ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ഉദാഹരണമായി ഓയിൽ നിന്നും പി വരെയുള്ള കാറിന്റെ ചലന പ്രക്രിയയിൽ പാദദൈർഘ്യവും സ്ഥാനാന്തരവും 360 മീറ്റർ ആണ്, അല്ലെ? ഓയിൽ നിന്ന് പി വരെയാണ് ചലിക്കുന്നത്. അപ്പൊ എന്താണ് പാദദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? പാദദൈർഘ്യം 360 മീറ്റർ എന്ന് പറയാം, അല്ലെ? സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം
അതും എത്രയാണ്? 360 മീറ്റർ ആണ്. ഇനി അടുത്ത കേസ് പറയാം. ഈ സന്ദർഭത്തിൽ സ്ഥാനാന്തരത്തിന്റെയും പാദദൈർഘ്യത്തിന്റെയും പരിമാണം തുല്യമാണ്. അതായത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്. പക്ഷേ കാറിന്റെ ഓയിൽ നിന്നും പി വരെയും തിരിച്ച് ക്യൂവിലേക്കുമുള്ള ചലനം പരിഗണിക്കുകയാണെങ്കിൽ ഇവിടെ പാദദൈർഘ്യം എത്രയാവും? അതായത് ഓയിൽ നിന്ന് പിയിലോട്ട് പോയി, പിയിൽ നിന്ന് ക്യൂവിലോട്ട് പോയി, അതായത് തിരിച്ചു തേണ്ട ഈ പോയിന്റിലോട്ട് തിരിച്ചു വന്നു. അപ്പോഴുള്ള പാദദൈർഘ്യം എത്രയായിരിക്കും? ഓയിൽ നിന്ന് പിയിലോട്ട് വരെ, ഓയിൽ നിന്ന് പിയിലോട്ട് 360 മീറ്റർ ട്രാവൽ ചെയ്തു. പിയിൽ നിന്ന് ക്യൂവിലോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 120 മീറ്റർ ട്രാവൽ ചെയ്തു. രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടി? 480 മീറ്റർ. ഇതെന്താണ്? പാദദൈർഘ്യം അല്ലെ? പാദദൈർഘ്യം ആണ്. പാദദൈർഘ്യം 480 മീറ്റർ. അതായത് രണ്ട് പാതയുടെ കൂടെ ഉള്ള ദൈർഘ്യം, അതായത് ലെങ്ത് നമ്മൾ ആഡ് ചെയ്തു 480 മീറ്റർ. ഇനി ഈ അവസ്ഥയിലെ സ്ഥാനാന്തരം നമ്മൾ എങ്ങനെ കണക്കാക്കും? സ്ഥാനാന്തരം എങ്ങനെ കണക്കാക്കും? നോക്കിക്കേ, ഓയിൽ നിന്ന് പിയിലോട്ടും പിയിൽ നിന്ന് ക്യൂയിലോട്ടും വരണം. അപ്പോൾ ഓയിൽ നിന്ന് പിയിലോട്ട് വരുമ്പോൾ ഉള്ള സ്ഥാനാന്തരം നമുക്കറിയാം, പോസിറ്റീവ് 360 മീറ്റർ, കാരണം വലത്തോട്ടാണ് ചലിച്ചത്. ഇനി പിയിൽ നിന്ന് ക്യൂയിലോട്ട് വരുമ്പോൾ ഉള്ള സ്ഥാനാന്തരം എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? മൈനസ് 120 മീറ്റർ. 120 മീറ്റർ ആണ്. അപ്പൊ ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 042, ദാറ്റ് 240 മീറ്റർ. ഇങ്ങനെ കണക്കാക്കാം. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഈ ടെക്സ്റ്റിൽ പറഞ്ഞ കണക്ക് തന്നെ ഓയും പിയും ഓയും ക്യൂവും തമ്മിലുള്ള ഫൈനൽ ഡിസ്റ്റൻസ് നോക്കിയാൽ മതി. അത് എത്രയാണ്? 0യും 240 ആണ്. സോ 0 മൈനസ് 240 മൈനസ് 0, ദാറ്റ് ഇസ് 240 മീറ്റർ. അങ്ങനെ കണക്കാക്കാം കേട്ടോ. 240 മൈനസ് 0, ദാറ്റ് ഇസ് 240 മീറ്റർ. കാരണം എന്താണ്? നമ്മൾ ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെ? ഓയിൽ നിന്ന് പിയിലോട്ട് പോയിട്ട് പിയിൽ നിന്ന് ക്യൂവിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം തുടങ്ങിയത് എവിടെയാണ്, തീർന്നത് എവിടെയാണ്? ആ രണ്ട് പോയിന്റുകൾ നോക്കുക, അവിടുത്തെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 240 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എന്തായി? ഒരേ ട്രാവലിംഗ് തന്നെ ചെയ്തു. അതായത് ഓയിൽ നിന്ന് പിയിൽ നിന്ന് വന്നു, പിയിൽ നിന്ന് ക്യൂവിലോട്ട് വന്നു. പക്ഷെ ഒരേ ഇതിന് തന്നെ എന്താണ്? പാദദൈർഘ്യം സ്ഥാനാന്തരം രണ്ടും രണ്ടായിട്ടാണ് കിട്ടിയത്. പാദദൈർഘ്യം 480ഉം സ്ഥാനാന്തരം 240ഉമായിട്ടാണ് കിട്ടിയേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് പാദദൈർഘ്യവും സ്ഥാനാന്തരവും തുല്യമാവുകയും ആവാതിരിക്കുകയും ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ നിർത്താം. ഇത് വളരെയധികം വലിച്ചു നീട്ടി ഞാൻ ഈ എല്ലാ വേർഡ് ബൈ വേർഡും പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണോ അല്ലയോ എന്നൊന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡ് ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. കാരണം ഇതിനകത്ത് ടെക്സ്റ്റിൽ ഓരോ വരി ഞാൻ പറയുന്നുണ്ട് ഇപ്പം. അപ്പോൾ അതല്ലാതെ മെയിൻ ടോപ്പിക്കുകൾ മാത്രമായിട്ടാണ് വേണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. ഇപ്പം നമ്മൾ NCERT ബേസ് ചെയ്ത് നമുക്ക് പോവാം. നെക്സ്റ്റ്, ഒരു ചലനഗതിയിൽ സ്ഥാനാന്തരത്തിന്റെ പരിമാണം 0 ആവാം, എന്നാൽ ഇവിടെയുള്ള പാദദൈർഘ്യം 0 ആവില്ല. ഉദാഹരണമായി, കാർ ഓയിൽ നിന്ന് ചലനം തുടങ്ങി പിയിലെത്തി. ഓയിലേക്ക് മടങ്ങി വന്നാൽ അവസാനത്തെയും ആദ്യത്തെയും സ്ഥാനങ്ങൾ യോജിക്കുന്നതിനാൽ സ്ഥാനാന്തരം 0 ആകുന്നു. പക്ഷേ ഇവിടെ ഈ യാത്രയുടെ പാദദൈർഘ്യം എത്രയാണ്? 720 മീറ്റർ ആണ്. ഒന്നുമില്ല. അതായത് നേരത്തെ പോലെ തന്നെ ഓയിൽ നിന്ന് ചലനം തുടങ്ങി പിയിലെത്തി, പിയിൽ നിന്ന് തിരിച്ച് ഓയിൽ വരുവാണ്. അപ്പൊ എന്താണ്? സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരേ പോയിന്റിൽ തന്നെയാണ്. അപ്പൊ എന്ത് പറയാം? നമുക്ക് സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? 0 ആവും. അപ്പം തുടങ്ങുന്നതും ഒടുക്കവും തുടക്കവും ഒരു പോയിന്റിൽ തന്നെയാണെങ്കിൽ അവിടുത്തെ സ്ഥാനാന്തരം എത്രയാകും? 0 ആയി മാറും. മനസ്സിലായില്ലേ? പക്ഷെ പാദദൈർഘ്യം എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടണം. 360ഉം കൂട്ടി 720 ആവും പാദദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പാദദൈർഘ്യവും സ്ഥാനാന്തരവും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത്, ഒരു വസ്തുവിന്റെ ചലനത്തെ സ്ഥാനസമയ ഗ്രാഫ് ഉപയോഗിച്ച് സൂചിപ്പിക്കാം എന്ന് നിങ്ങൾ നേരത്തെ ഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു ഗ്രാഫ് വസ്തുവിന്റെ ചലനത്തെ സൂചിപ്പിക്കാനും വിശകലനം ചെയ്യാനുമുള്ള ശക്തമായ ഒരു ഉപാധിയാണ്. അപ്പൊ ഗ്രാഫ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ എല്ലാം കൂടി ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ ഇന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ആദ്യം നമ്മൾ ചലനത്തെക്കുറിച്ച് പഠിച്ചു. എന്താണ് ചലനം എന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേർരേഖാ ചലനം എന്താണെന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അവലംബക വസ്തു, അല്ലെ, എന്താണ് ഒരു അവലംബക വസ്തു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദൂരവും സ്ഥാനാന്തരവും, അല്ലെ, ദൂരം അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിനെ പറയുന്നത്? പാദദൈർഘ്യവും അതുപോലെ സ്ഥാനാന്തരം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. എന്താണ്? ദൂരം എന്ന് പറയുന്നത് എന്താണ്? അദിശ അളവാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് എന്താണ്? സദിശ അളവാണ്. അതായത് അതിന് പരിമാണമുണ്ട്, ദിശയുണ്ട്. ദൂരത്തിന് എന്താണ്? പരിമാണം മാത്രമേ ഉള്ളൂ, ദിശയില്ല. അതുപോലെ ദൂരം എന്താണ്? ദൂരം എന്ന് പറയുന്നത് പാദദൈർഘ്യം ആണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. അതുപോലെ പാദദൈർഘ്യം എന്ന് പറയുന്നത് ഒരു വസ്തു ചലനത്തിലാണെങ്കിൽ പാദദൈർഘ്യം എന്താണ്? 0 ആവത്തില്ല. പക്ഷെ സ്ഥാനാന്തരം എന്താണ്? 0 ആകാം.
അല്ലെ? സ്ഥാനാന്തരത്തിന് 0 ആകാം. അതുപോലെ തന്നെ സ്ഥാനാന്തരവും ദൂരവും തുല്യമോ തുല്യമല്ലാതാവുകയോ ചെയ്യാം, അല്ലെ? തുല്യമോ തുല്യമല്ലാതാവുകയോ ചെയ്യാം. എന്താ? സ്ഥാനാന്തരവും ദൂരവും. ഇതാണ്, ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം സ്ഥാനാന്തരം 0 ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എവിടെയാണോ നമ്മൾ യാത്ര ആരംഭിക്കുന്നത് അവിടെ തന്നെ നമ്മൾ തിരിച്ചെത്തി ചേരുവാണെങ്കിൽ സ്ഥാനാന്തരം എന്താവും? 0 ആവും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രാഫ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so thank you everyone. Thank you. Please do subscribe and support. Okay, thank you.